വയനാട് പുനരധിവാസ പാക്കേജ് പൂർണ്ണമായിട്ടും അട്ടിമറിച്ചത് സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് എന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്ന് സംസ്ഥാന ഗവൺമെന്റിനെ കണക്കറ്റ് വിമർശിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ദുരന്ത പ്രതിരോധവും ദുരന്ത നിവാരണവും സമ്പൂർണ്ണമായിട്ട് അവതാളത്തിലാക്കിയതിന് ഉത്തരവാദി പിണറായി വിജയൻ സർക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റി സമ്പൂർണ്ണ പരാജയമാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വന്നിരിക്കുന്ന പണം എവിടെ? അതിന് വല്ല കണക്കുമുണ്ടോ? ആ പണം എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല? കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടോ? പ്രസക്തമായ ചോദ്യങ്ങളാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. എത്ര രൂപ സർക്കാർ പിരിച്ചു? ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര പണം വന്നു? സാലറി ചാലഞ്ചിലൂടെ എത്ര പണം വന്നു? സന്നദ്ധ സംഘടനകളും മറ്റ് വ്യക്തികളും നൽകിയ സഹായങ്ങൾ എന്തൊക്കെയാണ്? ഒന്നും ഇതുവരെ സർക്കാർ ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പും സംസ്ഥാന ഗവൺമെൻറ് ദുരിതാശ്വാസ നിധി കൊള്ള ചെയ്തതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കേരള സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു നിവേദനം, ഒഫീഷ്യൽ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് നൽകുന്നതിൽ വലിയ വീഴ്ച വരുത്തി. മാത്രമല്ല, ദുരന്തത്തെ തുടർന്ന് ശാസ്ത്രീയമായി നടത്തേണ്ട സർവേ സർക്കാർ വൈകിപ്പിച്ചു. ഇന്നലെ പാർലമെന്റിൽ വയനാട് MP ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ആഭ്യന്തരമന്ത്രി കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിരിക്കുന്നു. വയനാട് പുനരധിവാസ പാക്കേജ് വൈകുന്നതിന് കാരണം കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന ഗവൺമെന്റാണ്. ഹൈക്കോടതി ഇന്ന് അത് ആവർത്തിച്ച് അടിവരയിട്ടിരിക്കുന്നു. വയനാട്ടിൽ ഹർത്താൽ നടത്തിയ LDFും UDFും ജനങ്ങളോട് മാപ്പ് പറയണം. പ്രിയങ്ക ഗാന്ധിയുടെ പാർട്ടി, രാഹുൽ ഗാന്ധിയുടെ പാർട്ടി വസ്തുതകളെല്ലാം അറിഞ്ഞിട്ടും രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടി വയനാട്ടിൽ ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു. ഈ പ്രശ്നത്തിൽ വസ്തുത മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയിട്ടും മോദി സർക്കാരിനെ കുറ്റം പറയാൻ ഉദ്ദേശിച്ചോ ആണ് സംസ്ഥാന ഗവൺമെന്റിനോടൊപ്പം CPMനോടൊപ്പം കോൺഗ്രസ് ചേർന്ന് നിന്നത്. കോൺഗ്രസിന് ശരിയായ നിലപാട് ഇക്കാര്യത്തിലില്ല. വയനാട് ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി കോൺഗ്രസ് പാർട്ടി മാറിക്കഴിഞ്ഞതാണ് സത്യം. എന്താണ് വയനാട്ടിൽ സംഭവിച്ചത്? ദുരന്ത നിവാരണത്തിന് അതുപോലെ പുനരധിവാസത്തിന് സംസ്ഥാന ഗവൺമെന്റ് എന്താണ് ചെയ്തത്? കേന്ദ്രം നൽകിയ തുക എന്ത് ചെയ്തു? സംസ്ഥാനത്തിന് ദുരിതാശ്വാസ നിധിയിൽ വന്ന പണം എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല? എന്തുകൊണ്ട് PD പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് സർവേ വൈകി? എന്തുകൊണ്ട് അന്തിമമായ മെമ്മോറാണ്ടം നൽകാൻ കാലതാമസം ഉണ്ടായി? എന്തായിരുന്നു മന്ത്രിസഭാ ഉപസമിതി ഇത്രയും കാലം ചെയ്തത്? എന്തിൻ്റെ മുകളിലായിരുന്നു മന്ത്രിസഭാ ഉപസമിതി ആയിരുന്നത്? ഈ ചോദ്യത്തിന് വയനാട്ടിലെ ജനങ്ങളോട് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളോട് സർക്കാർ ഉത്തരം പറയണം. പിണറായി വിജയന്റെ അജണ്ടയ്ക്ക് വഴങ്ങി നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് ജനങ്ങളോട് ഈ കാര്യത്തിൽ മാപ്പ് പറയണം. കേന്ദ്രത്തിന് കേരളത്തെ സഹായിക്കാനുള്ള മനസ്ഥിതിയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. കേരള സർക്കാർ വേണ്ട ഗൃഹപാഠം ചെയ്യാതെ, ആവശ്യമായ തയ്യാറെടുപ്പ് നടത്താതെ, വെറും രാഷ്ട്രീയം മാത്രം ഉദ്ദേശിച്ച് നടത്തിയ പ്രചാരവേലയുടെ ദുരിതം അനുഭവിക്കേണ്ടി വന്നത് വയനാട്ടിലെ ജനങ്ങളാണ്.